കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഫാമിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമുക്ക് നമ്മുടെ പെറ്റ്സൊക്കെ എന്താണെന്ന് നോക്കാം. ഇന്നൊരു ഓഫ് ഡേ കിട്ടിയപ്പം നമ്മൾ ജസ്റ്റ് പെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഫിഞ്ചസ്, വൈറ്റ് ഫിഞ്ചസ് അവൈലബിൾ ആണ്. ഏകദേശം 19-15 പീസ് എടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇതേപോലെ തന്നെ വൈറ്റ് ആയിട്ടും ഹൂഡഡ് ആയിട്ടും ബേബീസ് ആയിട്ടുണ്ട്. കൊടുക്കാനുള്ളവരെ മാറ്റിയിട്ടുണ്ട്. ഇത് മൈക്രോസ്ക്രിൽസിൻ്റെ ബ്രീഡിങ് സെറ്റപ്പാണ്. നമുക്കിങ്ങനെ കുടം വെച്ച് കൊടുത്തിട്ടുണ്ട്. രാത്രി ആയത് ഇവന്മാർ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുക, അല്ലാത്ത സമയം ഫുൾ ടൈം കുടത്തിൻ്റെ അകത്താണ്. പിന്നെയുള്ളത് ഇത് റാറ്റിൻ്റെ കോളനിയാണ്. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ബ്രീഡിങ് ആയിട്ടുള്ള റാറ്റിനെയാണ് പിടിച്ച് മാറ്റിയിടുക. പിന്നെ നമുക്കൊരു ഗിനിക്കോഴി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു നാടൻ കോഴി, ഒരു കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ. നമ്മുടെ ഗിനി പീക്കിൻ്റെ ബ്രീഡിങ് സെറ്റപ്പാണ്. അപ്പോൾ നമുക്കൊരു 1-2 കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് പാല് കുടിക്കണുണ്ടോ? അപ്പോൾ ഇവർ കുഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ ഹെയർ ആയിട്ടാണ് വരാറ്. അതുകൊണ്ട് നമുക്ക് അധികം കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തീരെ പൊടിക്കുഞ്ഞാണ്. അപ്പോൾ ഇത് നമ്മൾ കോളനി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ബ്രീഡായി വരുന്നുണ്ട് നമുക്ക്. അതേപോലെ തന്നെ നമ്മൾ ഹാമസ്റ്റേഴ്സിൻ്റെയും മൈസിൻ്റെയും ബ്രീഡിങ് സെറ്റപ്പാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് കീപ്പ് ചെയ്യണം എല്ലാവരും. ബ്രീഡിങ്ങിനായിട്ടുള്ള ഹാമസ്റ്റേഴ്സിന് എല്ലാവരെയും ബ്രീഡിങ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ മൈസിൻ്റെ ബ്രീഡിങ് സെറ്റപ്പും അങ്ങനെ തന്നെയാണ്. നമ്മളെ കെന്നലിൻ്റെയാണ്. കെന്നലിൻ്റെ അപ്പുറം വഴി കാണിച്ചു തരാം. ഇത് നമ്മൾ ഹാമസ്റ്റേഴ്സിൻ്റെ ബ്രീഡിങ് സെറ്റപ്പാണ്. ഇതാ ബ്രീഡിങ് കേജിൻ്റെ നെക്സ്റ്റ് സൈഡാണ്. നമുക്ക് കേജസ് ഹാമസ്റ്റേഴ്സിൻ്റെ അവൈലബിൾ ആണ്. റെഡിമെയ്ഡ് കേജസ് ആണ് ഹാമസ്റ്റേഴ്സിന് വേണ്ടിയുള്ളത്. നമ്മൾ ഹാമസ്റ്റർ മേടിക്കുന്നവർ കേജ് ഉൾപ്പെടെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹാമസ്റ്റർ വീൽസും അവൈലബിൾ ആണ്. ഇത് കുറേ അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്. കിട്ടാനില്ലായിരുന്നു സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഇതെല്ലാം ഡാർഫ് ഹാമസ്റ്ററിന് വേണ്ടി ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പെയർ തിരിച്ചിട്ടുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ ഹാമസ്റ്ററിൻ്റെ ഓരോ ബാച്ചാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന ബാച്ച് നമ്മൾ ഒരുവിധം സൈസായി കഴിയുമ്പം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇടാറുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഇഗ്വാനയാണ്. ഇഗ്വാന ഒരുവിധം ഇപ്പോൾ ഫുഡൊക്കെ എടുത്ത് നമ്മൾ ടൈംഡായി വന്നിട്ടുണ്ട്. കയ്യിലൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇഗ്വാനയ്ക്ക് നമുക്ക് 2 രീതിയിലാണ് കേജ് സെറ്റ് ചെയ്തിരിക്കണത്. ഒന്ന് മണലിട്ട് പിന്നെ അതിനകത്ത് വെള്ളവും വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഇല്ല ഡ്രൈ ഫേസിന് വേണ്ടിയും വെച്ചിട്ടുണ്ട്. തീരപ്പൊടിയായപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരുവിധം വലുതായി. നല്ല ഓട്ടക്കാരാണ്. നമ്മൾ ഈ ഗ്ലാസ് ടാങ്കിന് വെടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങി ഓടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയ്യിലെടുക്കണം. അപ്പോഴേ ഇതിൽ ടൈംഡാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരുവിധം വലുപ്പമായി കഴിയുമ്പം കടി തുടങ്ങും. ഇപ്പോഴും ചെറിയ രീതിയിൽ കടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയല്ല, വാ തുറക്കും. നമുക്ക് കടിയായില്ല. അതിൻ്റെ സ്കെയിൽ മാറി പൊളിഞ്ഞ് വരുന്നുണ്ട്. ഹൈപ്പർ ഗ്രീനാണ്. നമുക്ക് 4 ഉണ്ടായിരുന്നു. 2 സെയിലായി. ഇനി 2 പീസും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഹാമസ്റ്റർ വീൽ എല്ലാത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാമസ്റ്ററിന് ശരിക്കും വീലിൻ്റെ ഗുണം ആദ്യം നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ കടിപിടിക്കാണ്ടിരിക്കാനും ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കാനും ഹാമസ്റ്റർ വീൽസ് എപ്പോഴും യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്കുള്ള ഹെഡ് ജോഗിൻ്റെ ബ്രീഡിങ് സെറ്റപ്പാണ്. നമ്മൾ ഹെഡ് ജോഗിൻ്റെ അഡൾട്ടിനെല്ലാം ഒരുമിച്ചിട്ടുണ്ട്. അതേപോലെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ട്. പകൽ അധികം ആക്റ്റീവ് അല്ല, രാത്രിയിലാണ് അവർ നല്ല ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം. ഇനി നമുക്കുള്ളത് നമ്മളൊരു ഗാറിൻ്റെ ടാങ്ക് ഉണ്ട്. അത് ഈ കാണാനാണ്. അപ്പുറ സൈഡിൽ കൂടിയാണ് കയറാൻ പറ്റുക. ചെറിയൊരു ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗപ്പിക്ക് വേണ്ടിയാണ്. ബ്രീഡിങ് ആയിട്ടില്ല, ടാങ്ക് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഗാർ പൂളിലേക്ക് പോവാം. നമ്മുടെ ഗാറും നീലവാഹയൊക്കെ കിടക്കുന്ന ഇതിനകത്താണ്. ഗാറ് ഇവന് ഏകദേശം ഇപ്പോൾ ഒരു 2 അടി മേളിൽ വലുപ്പമുള്ള ഒരു വലിയ സൈസുണ്ട്. പിന്നെയുള്ള നീലവാഹയാണ്. അവന്മാർ അങ്ങനെ നിന്ന് വരില്ല, നല്ല ഓട്ടക്കാരാണ്. നമ്മൾ ക്യാറ്ററിയിലിട്ട് പോവാം. പിന്നെ നമുക്ക് കെന്നലും ഉണ്ട്.
ക്യാറ്റ്സിനെ നമ്മൾ തൽക്കാലം ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. പുതിയൊരു കേജ് സെറ്റ് ചെയ്യണം. പേർഷ്യൻ ക്യാറ്റ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ കിണലാണ്. അവിടെ നമ്മളൊരു ബംഗാൾ ക്യാറ്റ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ടോയ് പോമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം.